അനേകം ജനം തമ്പുരാൻ്റെ മുമ്പിൽ വന്ന് വചനം കേൾക്കാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും സ്നേഹവിരുന്നിൽ പങ്കെടുക്കാനൊക്കെയാണ് ഒരു തീഷ്ണത വലിയൊരു ദൈവാനുഭവമായിരുന്നു. ഇടവക ജനത്തിന് ഇതൊരു ആത്മീയ ഉണർവ് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ അഭിമാനിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അനേകം പേരുണ്ട്. അവർക്കൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദിയും പ്രാർത്ഥനയും വശം നേരുകയാണ്. ഈ ഇടവക തമ്പുരാൻ്റെ പക്കലേക്ക് ഇനിയും ആത്മീയമായിട്ട് വളരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ. ഇമ്പമുള്ള കുടുംബം, കർത്താവുനാഥനായ കുടുംബം, ഞങ്ങളുടെ കുടുംബം, യേശുവിൻ കുടുംബം, ഞങ്ങളുടെ നാഥൻ യേശുനാഥൻ. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, കർത്താവുനാഥനായ കുടുംബം, ഞങ്ങളുടെ കുടുംബം, യേശുവിൻ കുടുംബം, ഞങ്ങളുടെ നാഥൻ യേശുനാഥൻ. ഇനി എന്തുകൊണ്ടാണ് ഞാൻ വിശുദ്ധയാകേണ്ടത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം പരിശുദ്ധമാകേണ്ടത്? ദൈവം എനിക്കും നിങ്ങൾക്കും നൽകിയ അമൂല്യമായൊരു ദാനമുണ്ട്. നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മകനും മകളുമായതുകൊണ്ട് ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളെല്ലാവരും പരിശുദ്ധരായിരിക്കണം. അതിൽ കുറഞ്ഞ് മറ്റൊന്നും നമുക്ക് ലക്ഷ്യം വയ്ക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഓർക്കുക, ഹെബ്രായ ലേഖനം 12:14 പറയും, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമാണെന്ന് ശരിയാണ്. പക്ഷെ മകനും മകളുമായി ഞാൻ രൂപാന്തരപ്പെടണമെങ്കിൽ വിശുദ്ധിയിൽ വളർന്നേ പറ്റൂ. അതുകൊണ്ട് തന്നെ നിരന്തരം വിശുദ്ധിയിലേക്കുള്ള പ്രയാണമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ പരിശുദ്ധിയിലേക്ക് യാത്ര ചെയ്യുന്ന പാപികളാണ് നമ്മളെന്നുള്ള അവബോധം ഹൃദയത്തിൽ വളർത്തിയെടുക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയുടെ നിറവ് അനുഭവിക്കാൻ കഴിയൂ. കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട് 1 തെസ്സലോനിക്കർ 4:7 അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മെ നിരന്തരം ക്ഷണിക്കുന്നത് ഈ വിശുദ്ധിയുടെ നിറവിലേക്കാണ്. അതുകൊണ്ട് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ സമാപന ദിവസം നമ്മുടെ എല്ലാ ഹൃദയങ്ങളും കുറിച്ചിടണം. എനിക്ക് ദൈവത്തെ പോലെയാകണം, എനിക്ക് പരിശുദ്ധനാകണം, എൻ്റെ കെട്ടുപാടുകളും എൻ്റെ കുറവുകളും തിന്മകളുമെല്ലാം തിരിച്ചറിഞ്ഞ് മാനസാന്തരത്തിലൂടെ നവീകരണം പ്രാപിക്കണം. ഇവിടെ അച്ഛൻ ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാം പറഞ്ഞു, നല്ലൊരു കുമ്പസാരം നടത്തിയതിന് സന്തോഷമായിട്ട് നിങ്ങളെല്ലാം വലതുകരം ഉയർത്തി. തീർച്ചയായും ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ എല്ലാം ഹൃദയങ്ങളിലുണ്ട്. ആത്മാവിൻ്റെ ചൈതന്യത്താൽ നാം നിറഞ്ഞിരിക്കുകയാണ്. ആ നിറവ് നഷ്ടപ്പെടുത്താതെ നമ്മുടെ നിരന്തരമായ ഈ ആത്മീയ യാത്ര മുന്നോട്ട് നയിക്കണം. അതിനേക്കാൾ വലിയൊരു ആനന്ദം നമുക്ക് അനുഭവിക്കാനില്ല. വാസ്തവത്തിൽ വിശുദ്ധിയിൽ വളരുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ആനന്ദകരമായൊരു ആശ്രയത്വം പുലർത്തുക എന്നാണ്. ഓരോ നിമിഷവും ദൈവത്തിൽ ആശ്രയിക്കുന്നു, അത് ആനന്ദത്തോടെ ആശ്രയിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ ആനന്ദത്തോടെ ആശ്രയിക്കാൻ കഴിയുന്ന ജീവിത അവസ്ഥയുടെ പേരാണ് വിശുദ്ധി എന്ന് പറയുക. അതിനാൽ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു അതുപോലൊരു വിശുദ്ധിയുടെ പരിമളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ. ക്രിസ്തുവിൻ്റെ പരിമളമായി നമ്മളൊക്കെ മാറണമെന്ന് സ്ലീഹ ഓർമ്മിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവിന് നിറവ് ധാരാളമായി ഉണ്ടെന്ന് എനിക്ക് തീർച്ചയായും ബോധ്യമുണ്ട്.
പ്രത്യേകിച്ച് പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുന്ന ഇടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നവ്യമായൊരു അനുഭവം, വലിയ ആത്മീയമായൊരു ചൈതന്യം, ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് പോപ്പുലർ മിഷൻ ധ്യാനത്തിന് നമ്മളെ സഹായിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വിൻസെൻഷൻ കോൺഗ്രിഗേഷനാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പറഞ്ഞു അതിൻ്റെ ആരംഭത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചുമൊക്കെ. തീർച്ചയായും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പല ഇടങ്ങളിലായി ഈ ദിനങ്ങളിലൊക്കെ പോപ്പുലർ മിഷൻ ധ്യാനങ്ങൾ നടക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ആ ഇടവകയിലേക്ക് ഉണ്ടാകുന്ന വലിയ ഒരു മാറ്റം, ആത്മീയമായിട്ടുള്ളൊരു ചൈതന്യം തൊട്ടനുഭവിക്കാനും കണ്ടനുഭവിക്കാനും നമുക്കെല്ലാം കഴിയുന്നുണ്ട്. അതുപോലെ ഒരു ആത്മീയ അനുഭവമാണ് ഇന്ന് ഈ ഇടവകയിലുള്ളത്. ഈ സമാപന ദിവസം ഒരു ആരംഭമാകണം. ഇവിടെ നിന്ന് അനുഭവിച്ച് ലഭിച്ച ആത്മീയ കൃപകളെല്ലാം ജീവിക്കുന്ന അനുഭവങ്ങളാകണം. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത വിൻസെൻഷൻ വൈദികരോട് അതിരൂപതയുടെ നന്ദി അറിയിക്കുകയാണ്, കടപ്പാട് അറിയിക്കുകയാണ്. ഇവിടെ മാരിപ്പാട്ട് അച്ഛനുണ്ട്. അച്ഛൻ്റെ സാന്നിധ്യം ഏറെ നന്ദിയോടെ ഓർക്കുകയാണ്. അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടെ ഈ ശുശ്രൂഷ നമുക്ക് വേണ്ടി ചെയ്യുകയാണ്. അച്ഛനോടൊപ്പമുള്ള ടീമംഗങ്ങളെല്ലാം നമുക്ക് വലിയ സന്തോഷത്തോടെ അവരുടെ ശുശ്രൂഷ കാണുമ്പോൾ നമുക്ക് ഏറെ ആനന്ദമുണ്ട്. ഈ ഇടവയ്ക്ക് ലഭിച്ച വലിയൊരു ഭാഗ്യമാണ് ഈ വർഷാവസാനമാകുമ്പോഴേക്കും ഒരു പോപ്പുലർ മിഷൻ ധ്യാനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത്. ഇത് ഈ ഇടവകയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിടേണ്ട ഒരു വലിയ ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഇടവകയുടെ പുനർനിർമ്മാണം നടന്നതുപോലെ തന്നെ ആത്മീയമായ ഒരു പുനർനിർമ്മാണം കുറച്ചുകൂടെ ശോഭയോടെ ആത്മീയ നയിക്കാൻ തമ്പുരാൻ നൽകിയ ദിനങ്ങളാണ്. നന്ദി പറയാം. പ്രത്യേകിച്ച് ഈ പോപ്പുലർ മിഷൻ ടീമിലെ എല്ലാ വൈദികരെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോഷിയച്ഛൻ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കാണുമ്പോഴറിയാം വളരെ സന്തോഷത്തോടെയാണ്. കാരണം ഇടവകയിൽ ഒരു വലിയ ദൈവിക പ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റെ സന്തോഷം തീർച്ചയായും വികാരച്ചനുണ്ടാകും. അച്ഛൻ ഫോൺ ചെയ്യുമ്പോഴൊക്കെ എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ധാരാളമായ ദൈവത്തിന് കൃപയുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ പോലെയായി വിശുദ്ധിയിൽ വളരാൻ നിങ്ങൾക്കെല്ലാം കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിരൂപതയുടെ എല്ലാവിധ നന്മകളും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ, ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പറഞ്ഞ പോലെ ഒത്തിരിയേറെ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയുണ്ടാകണം. അതിരൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അഭിമന്യ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ എല്ലാ വൈദികർക്കും എല്ലാ ഇടവകൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലായിടത്തും ദൈവാത്മാവിന് പ്രവർത്തനമുണ്ടായി എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് നവചൈതന്യത്തോടെ ആത്മാവിൻ്റെ കൃപയിൽ ജീവിക്കാൻ ദൈവാത്മാവ് നമ്മെല്ലാം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ എല്ലാവിധ നന്മകളും നേരുന്നു. തമ്പുരാൻ്റെ വിശുദ്ധിയിൽ വളരാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ പ്രത്യാശപ്പൊൻ കാലവുമായി നാം യേശുവിന്റെ പിന്നാലെ. ദിവ്യകാരുണ്യ ശക്തി നമ്മളിൽ നിറയട്ടെ. പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം നമ്മളിൽ നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ ശ്രദ്ധിച്ചു കേട്ടോട്ടോ. എല്ലാവരും കണ്ണുകൾ അടച്ചോ, കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ചോ. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ ഫലം അനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചു കേട്ടോട്ടോ.
പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ആ ചിത്രം ഒന്ന് മനസ്സിൽ വന്നേ. നമ്മൾ ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും എല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു പന്തക്കുസ്താ മർക്കോസിന്റെ മാളികയിൽ ആ സമൂഹത്തിന്റെ മേൽ അഗ്നിനാവുകൾ പെയ്തിറങ്ങുന്നത് ഭാവനയിൽ എന്ന വണ്ണം ഒന്ന് കണ്ടേ. അത് ഞങ്ങളുടെ ഇടയിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചേ. മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ചോട്ടോ. ഈ അഗ്നിനാവുകളായിട്ട് ഇറങ്ങിയപ്പോ ബൈബിൾ പണ്ഡിതന്മാര് പറഞ്ഞു വെക്കുകയോ, അപ്പസ്തോലന്മാരുടെ മേൽ പറന്നെറിയ അഗ്നിനാവുകൾ ദൈവസ്നേഹത്തിന്റെ അഗ്നിയാണെന്ന്. പരിശുദ്ധാത്മാവ് വഴി നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ അഗ്നിയാണ്. പ്രാർത്ഥിച്ചോട്ടോ. മാമോദീസ വഴി നിങ്ങളുടെ മേൽ വന്നു നിറഞ്ഞ ദൈവസ്നേഹത്തിന്റെ അഗ്നി, സ്ഥൈര്യലേപനം വഴി സ്ഥിരീകരിക്കപ്പെട്ട ഒരു അഗ്നി, കുർബാനയും കുമ്പസാരവും വഴി നിങ്ങളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മ അഗ്നി, വിവാഹമെന്ന കൂദാശ വഴി ആ സ്നേഹത്തിന്റെ അഗ്നി ഇറങ്ങിയത്. പക്ഷേ ലോകസുഖങ്ങളുടെ മഴപ്പെയ്ത്തുണ്ടായപ്പോൾ ആ അഗ്നിക്ക് എവിടെയൊക്കെയോ കോട്ടം സംഭവിക്കുന്നുണ്ട്. അതാ നമ്മൾ ഒരാഴ്ച പരിഹരിച്ചുകൊണ്ടിരുന്നത്. വീണ്ടും ഞങ്ങളുടെ ഉള്ളിലുള്ള ആ അഗ്നി ജ്വലിപ്പിച്ചു തരണേ എന്ന പ്രാർത്ഥന. ദൈവസ്നേഹത്തിന്റെ അഗ്നി അത് ഞങ്ങളുടെ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ കത്തിപ്പടരട്ടെ. പ്രാർത്ഥിക്ക. എവിടെയൊക്കെ നിങ്ങളുടെ കുടുംബത്തില് സ്നേഹത്തിന്റെ താളം തെറ്റണത് അത് മനസ്സിലോർത്തോ. ഓരോരുത്തരുടെയും കുടുംബത്തില് എവിടെയെങ്കിലും സ്നേഹം കുറഞ്ഞു പോണ്ട് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാൻ പോകും നമ്മൾ ഈ സമയത്ത്. പരിശുദ്ധാത്മാവേ, ആ അഗ്നി വീണ്ടും ജ്വലിപ്പിച്ചു തരണേ. ശ്രദ്ധിച്ചു കേട്ടോ മറ്റൊരു വചനഭാഗം കൂടെ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചനം. ഗലാത്യ ലേഖനം 5:22 ശ്രദ്ധിച്ചു കേൾക്കണം. ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടോ. ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ദൈവസ്നേഹത്തിന്റെ അഗ്നിയായിട്ട് അങ്ങ് കത്തിപ്പടർന്ന് ഈ ഫലങ്ങൾ അങ്ങ് ജ്വലിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചേ. കുടുംബത്തിൽ എവിടെയെങ്കിലും സ്നേഹമില്ലെങ്കിൽ, എവിടെയെങ്കിലും കുടുംബത്തിന്റെ അകത്ത് ആനന്ദം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, പരസ്പരം ക്ഷമിക്കാൻ പറ്റണില്ലെങ്കിൽ, ദയ കാണിക്കാൻ പറ്റണില്ലെങ്കിൽ, വീടിന്റെ അകത്തെ നന്മ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ദാമ്പത്യത്തിലും മക്കളോടും മാതാപിതാക്കളോടൊക്കെ വിശ്വസ്തത പാലിക്കാൻ പറ്റണില്ലെങ്കിൽ, വീടിനകത്തുള്ളവരോട് സൗമ്യമായിട്ട് പെരുമാറാൻ പറ്റണില്ലെങ്കിൽ, ആത്മസംയമനം പാലിക്കാൻ പറ്റണില്ലെങ്കിൽ, ഈ സമയത്ത് പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ. മർക്കോസിന്റെ മാളികയിൽ അഗ്നിമഴ പെയ്തതുപോലെ ഞങ്ങളുടെ ഈ സമൂഹത്തിന്റെ മേൽ പെയ്തിറങ്ങി ആ ദൈവസ്നേഹത്തിന്റെ അഗ്നി കൊണ്ട് ഞങ്ങളിന്ന് ജ്വലിപ്പിക്കണേ. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ 2 കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക കേട്ടോ. ഇതൊരു പാഴ്വാക്കായിട്ട് കരുതണ്ട. ശിഷ്യന്മാരുടെ മേല്, പരിശുദ്ധ അമ്മയുടെ മേല് വന്നു നിറഞ്ഞ പരിശുദ്ധാത്മാവ് ദാഹിച്ചാൽ നിങ്ങളിലും വരും. ദൈവസ്നേഹത്തിന്റെ അഗ്നിയായിട്ട് നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളുടെ ദാമ്പത്യത്തിൽ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളുടെ ബന്ധങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും നിറയും. കൈകൾ ഉയർത്തിയിട്ട് പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഈ വായിച്ചു കേട്ടതുപോലെ ഞങ്ങളുടെ മേൽ അങ്ങ് അഗ്നിനാവുകളായി പെയ്തിറങ്ങണേ. ഞങ്ങളുടെ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ സന്തോഷവും സമാധാനവും നിറയട്ടെ.
എല്ലാവരും കരങ്ങൾ സ്വർഗത്തിലേക്ക് എന്നവണ്ണം ഉയർത്തിയിട്ട് ഒന്ന് ചേർന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക, ഈ സമൂഹത്തിന്റെ മേല് പരിശുദ്ധാത്മാവിന്റെ കൃപാകടാക്ഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വൈദികരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ സമയത്ത് ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് ലഭിച്ച പൗരോഹിത്യത്തിന്റെ അഭിഷേകത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇവര് പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കപ്പെടട്ടെ. ഇവര് സ്വീകരിച്ച കൂദാശകളിൽ ഇവരിൽ വന്ന പരിശുദ്ധാത്മാവ് ഈ സമയത്ത് കത്തിപ്പടരട്ടെ. ദൈവസ്നേഹത്തിന്റെ അഗ്നിയായിട്ട് കത്തിപ്പടരട്ടെ. നിങ്ങളുടെ കുടുംബത്തിലെ സന്തോഷം നിറയട്ടെ. ഞങ്ങൾ വൈദികരെ പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിലെ സമാധാനം നിറയട്ടെ, നിങ്ങളുടെ കുടുംബത്തിലെ അഭിഷേകം നിറയട്ടെ, നിങ്ങളുടെ ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, സഹോദരി സഹോദരന്മാരെല്ലാവരും അനുഗ്രഹിക്കണേ. ഈ കുടുംബ യൂണിറ്റുകളെ അനുഗ്രഹിക്കണേ. ഈ ഇടവക സമൂഹത്തെ അനുഗ്രഹിക്കണേ. ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഈ ഇടവക സമൂഹത്തിന്റെ വിശ്വാസ വളർച്ചയ്ക്ക് ശക്തിയായിട്ട് മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ത്രഷോൾഡ് എനർജി ആയിട്ട് മുന്നോട്ട് തള്ളുന്ന ഒരു ശക്തി, ഒരു ചാലകമായിട്ട് മാറട്ടെ ഇത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ആത്മാവാമഗ്നിനാളം അപ്പസ്തോലഗണത്തിന്മേൽ ആവസിച്ചതുപോൽ വിശ്വാസികളുടെ കൂട്ടായ്മയിലും ആവസിക്കണമേ. ആത്മാവാമഗ്നിനാളം അപ്പസ്തോലഗണത്തിന്മേൽ ആവസിച്ചതുപോൽ വിശ്വാസികളുടെ കൂട്ടായ്മയിലും ആവസിക്കണമേ. ആത്മാവേ, ജീവാത്മാവേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ആത്മാവേ, ജീവാത്മാവേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിലെന്നും എന്റെ പാദങ്ങൾ ചലിപ്പിച്ച് കർത്തൃസേവയൊന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. കർത്താവിലെന്നും എന്റെ ആശ്രയം. സന്തോഷത്തോടെ ഇരുവശങ്ങളിലേക്ക് കരമടിച്ച് അപ്പച്ചമാരും അമ്മച്ചമാരും നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും. കരങ്ങൾ വീശി ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാട്ടുമേശുവേ. ചേർന്ന് പാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. കുനിഞ്ഞ് ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. വീണ്ടും ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. യേശുമിശിഹായ്ക്ക് എൻ്റെ പേര് ക്രിസ്റ്റി. ഞാൻ സെന്റ് ലൂയിസ് തിരുത്തിപ്പുറം ഇടവാംഗമാണ്. ഞാൻ യൂത്ത് വിങ്ങിൻ്റെ ലീഡർ എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്.
പോപ്പുലർ മിഷൻ ധ്യാനം ഞങ്ങളുടെ ഇടവകയിൽ 40 വർഷത്തിന് ശേഷമാണ് നടക്കുന്നത്. നമുക്കൊരു ആകാംക്ഷയുണ്ടായിരുന്നു എങ്ങനെയാവും എന്താവും യൂത്ത് എന്ന രീതിയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്കൊരു ബോധ്യം ഉണ്ടായിരുന്നില്ല. ഓരോ ദിവസം മുന്നോട്ട് പോകുന്തോറും ഞങ്ങൾക്ക് അനുഭവങ്ങളിൽ ഒരുപാട് പങ്കുവയ്ക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തിലേക്ക് അടുക്കുവാനും കൂടുതലായിട്ട് നമുക്ക് പറ്റി. നല്ലൊരു കുമ്പസാരം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. നമുക്ക് യൂത്ത് വിങ്ങിൻ്റെ യൂത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർ കുമ്പസാരം ഒഴിവാക്കി 1 വർഷം 2 വർഷം ഗ്യാപ്പിട്ട് കുമ്പസാരിച്ചിരുന്ന ആൾക്കാർ ഈ ഒരു ധ്യാനത്തിലൂടെ നല്ല രീതിയിൽ കുമ്പസാരം ഞങ്ങൾക്ക് നടത്താൻ പറ്റി. ഈ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തിയ എല്ലാ അച്ഛന്മാരെയും അച്ഛന്മാർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജിനോ ജോണി എന്നാണ്. ഞാൻ തിരുത്തിപ്പുറം സെൻറ്റ് ലൂയിസ് ചർച്ചിലെ ഒരു അംഗമാണ്. ഞാൻ യുവജന പ്രതിനിധിയാണ്. 6 ദിവസമായിട്ട് ഇവിടെ നടക്കുന്ന പോപ്പുലർ മിഷൻ ധ്യാനം നമ്മുടെ ജോഷി അച്ഛനാണ് ഇവിടെ നയിക്കുന്നതും അതുപോലെ തന്നെ ആ ധ്യാനത്തിന് വേണ്ടി വന്ന അച്ഛന്മാരും അതുപോലെ തന്നെ ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടെ നടത്തിയതും വളരെ ഭക്തിപൂർവ്വം 2 സെൻറ്ററിലായിട്ടാണ് ധ്യാനം നടത്തിയത്. ഈ ധ്യാനം വളരെയേറെ ഗുണം ചെയ്തൊരു ധ്യാനമാണ് പോപ്പുലർ മിഷൻ ധ്യാനം. അതുപോലെ തന്നെ ഒരുപാട് അറിവുകൾ കാര്യങ്ങളും ഈ ധ്യാനം കൂടിയതുകൊണ്ട് നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഈ ധ്യാനം പങ്കെടുക്കാൻ പറ്റിയതും വളരെ യുവജനങ്ങൾക്ക് വളരെ അറിവ് കാര്യങ്ങളൊക്കെ നേടാൻ പറ്റി. അതുപോലെ തന്നെ ഈ ധ്യാനം സംഘടിപ്പിച്ച ജോഷി അച്ഛനും എല്ലാവർക്കും വളരെയേറെ നന്ദി.